Good evening, all of you, and welcome to the world of statistics. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് മിക്സഡ് കോൺസെപ്റ്റ്സിന്റെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ടൈം സീരീസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഫ്രം സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്, ബിക്കോസ് ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് വേണ്ടേന്ന്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ ഓൾസോ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അങ്ങനെ 3 ടോപ്പിക്സ് മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ആണ്. സോ ഒരു ഫൈനൽ ടച്ചപ്പ് ആണ്. സോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, കൂടെ നമുക്ക് കൺസെപ്റ്റും കൂടെ, ഇപ്പൊ ടൈം സീരീസ് ഒന്നും നമ്മൾ തിയറി ആയിട്ട് ചെയ്തിട്ടില്ല, അപ്പൊ കുറച്ച് കൺസെപ്റ്റും കൂടെ ക്ലിയർ ചെയ്ത് പോവാം. ലാസ്റ്റ് മൊമെന്റിൽ കാണുന്ന ആൾക്കാർക്ക് മോർ റിലയബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, so moving on to the first question. The component of a time series which is attached to short-term fluctuations. Short-term fluctuations ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടൈം സീരീസിന്റെ കമ്പോണന്റ് ഏതാണ്? നമുക്കറിയാം ടൈം സീരീസിന് 4 കമ്പോണന്റ്സ് ആണുള്ളത്. 1 സെക്യുലാർ ട്രെൻഡ്, 2 സീസണൽ വേരിയേഷൻ, 3 സൈക്ലിക് വേരിയേഷൻ ആൻഡ് ഇറഗുലർ കമ്പോണന്റ്സ് അല്ലെങ്കിൽ റാൻഡം കമ്പോണന്റ്സ്. ഇതില് സെക്യുലാർ ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ ലോങ് ടേം ഫ്ലക്ച്വേഷൻ ആണ്. ഒരു ഗ്രേറ്റർ ദാൻ ഒരു 1 ഇയർ ഒക്കെയാണ് അതിന്റെ ഫ്ലക്ച്വേഷൻ പീരീഡ് വരുന്നത്, അല്ലെ? ഐദർ മേ ബി വൺ ഡയറക്ഷൻ ഓർ അപ്പ് ആൻഡ് ഡൗൺ, എന്ത് വേണമെങ്കിലും വരാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെക്നോളജി ഡെവലപ്മെന്റ്, അതൊരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ല. പല പല സമയത്തായിട്ട് പല പല എന്താ പറയാ ഡെവലപ്മെന്റ്സ് ആഡ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ടെക്നോളജിയിൽ എത്തി നിൽക്കുന്നു. സോ അത് വളരെ സമയം എടുത്തിട്ടുണ്ടായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ സെക്യുലാർ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഫ്ലക്ച്വേഷൻ ആണ്. അപ്പൊ എന്തായാലും ഓപ്ഷൻ ബി വരില്ല. ഇനി സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് അതൊരു ബിസിനസ് സൈക്കിളിന്റെ ഒരു ടച്ചിൽ വരുന്നതാണ്. അതായത് പല പല ഫേസസ് ആയിട്ട് വരുന്നതാണ്. ഒരു ആൾട്ടർനേറ്റിംഗ് പാറ്റേൺ ആണ്. ഷോർട്ട് ടേം എന്നും പറയാറുണ്ട്. പിന്നെ ഇറഗുലർ എന്തായാലും വരാറില്ല, ബിക്കോസ് അതൊരു സഡൻ ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം, എന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഇറഗുലർ കമ്പോണൻസ്. പ്രത്യേകിച്ച് പാറ്റേൺസ് ഒന്നുമില്ല, എന്നാലും ഷോർട്ട് ടേമിലൊക്കെ നിൽക്കുള്ളൂ. അപ്പൊ അതിനെ വേണമെങ്കിൽ ഒരു ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻ എന്ന് പറയാം, പക്ഷെ അത് പ്രെഡിക്റ്റബിൾ അല്ല. പിന്നെ ഏതായിരിക്കും ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസിൽ വരിക? സീസണൽ വേരിയേഷൻ ആണ് ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസിൽ വരുന്നത്. ഓക്കെ, അതായത് ഫെസ്റ്റിവൽ സീസൺസ്, റെയിനി സീസൺസ്, ഇതൊക്കെ വളരെ ചെറിയ പീരീഡിൽ നിൽക്കുന്നതാണ്, ലെസ് ദാൻ 1 ഇയറിൽ വരുന്നതാണ്. സോ സീസണൽ വേരിയേഷൻ ആണ് ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻ ആയിട്ട് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. Then second question. The general decline in sales of cotton clothes is attached to the component of the time series. Cotton clothes ന്റെ സെയിൽസിൽ ഉണ്ടാകുന്ന ഒരു ജനറൽ ഡിക്ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി അത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ റിഫ്ലക്ട് ചെയ്യുന്ന പ്രോസസ് ആണ്. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ റിഫ്ലക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് സെയിൽസ് ഓഫ് കോട്ടൺ ക്ലോത്ത്സിന്റെ ഒരു ഡിക്ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് അതുകൂടാതെ അതൊരു പേഴ്സിസ്റ്റന്റ് മൂവ്മെന്റും കൂടെയാണ്. ഒരു ഡയറക്ഷനിൽ സംഭവിക്കുന്ന ഒരു പേഴ്സിസ്റ്റന്റ് മൂവ്മെന്റും കൂടെയാണ്. അപ്പൊ അത് വരുന്നത് ഏതിലാണ്? സെക്യുലാർ ട്രെൻഡിലാണ്. സൈക്ലിക് വേരിയേഷൻ സീസണിനും അല്ലാതെ ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായല്ലോ. സോ സെക്യുലാർ ട്രെൻഡ് ആണ് ആൻസർ, ഓപ്ഷൻ എ. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ചെയ്ത് 4 കമ്പോണൻസിനെയാണ് ക്ലിയർ ആയിട്ട് പഠിച്ചത്. തേർഡ് ക്വസ്റ്റ്യൻ. The best method for finding out seasonal variation. സീസണൽ വേരിയേഷനെ കണ്ടുപിടിക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, റേഷ്യോ ടു മൂവിംഗ് ആവറേജ് മെത്തേഡ്. റേഷ്യോ ടു ട്രെൻഡ് മെത്തേഡ് നമുക്ക് അറിയാലോ, ദാറ്റ് ഇസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ ട്രെൻഡ് കമ്പോണന്റ്. ട്രെൻഡ് കമ്പോണന്റിനെയാണ് റേഷ്യോ ടു ട്രെൻഡ് മെത്തേഡ് മോർ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അത് എന്തുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡില് എലിമിനേറ്റ് ദ ട്രെൻഡ് കമ്പോണന്റ്, അത് ഇതിൽ ട്രെൻഡ് കമ്പോണന്റിനെയും നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് യൂസിങ് മൂവിംഗ് ആവറേജസ്. ഇപ്പൊ 3 ഇയർ മൂവിംഗ് ആവറേജ് ആണെങ്കിൽ 3 വർഷത്തെ ഇയറിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്നു, ഇയറിന്റെ വാല്യൂന്റെ ആവറേജ് കണ്ടുപിടിക്കുന്നു. അതേപോലെ 5 ഇയർ ഒക്കെ ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഐസൊലേറ്റ് ദ സീസണൽ വേരിയേഷൻ. അതിനുശേഷം നമ്മൾ സീസണൽ വേരിയേഷൻ ഒഴിവാക്കും.
സോ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റേഷ്യോ ടു മൂവിംഗ് ആവറേജ് മെത്തേഡാണ്. അങ്ങനെ എല്ലാത്തിനെയും കളഞ്ഞ് സീസണൽ വേരിയേഷനെ ഐസൊലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റേഷ്യോ ടു മൂവിംഗ് ആവറേജ് മെത്തേഡ്. അപ്പൊ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു വിച്ച് കമ്പോണന്റ് ഓഫ് ടൈം സീരീസ് ദ ടേം റിസഷൻ ഇസ് അറ്റാച്ച്ഡ്? റിസഷൻ എന്ന് പറയുന്ന വേർഡ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഏത് കമ്പോണന്റിലാണ്? അതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്. സൈക്കിൾസ്. സൈക്കിൾസിലാണ് പല പല ഫേസുകൾ വരുന്നത്. അപ്പൊ ഈ റിസഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, റിസഷൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫേസ് ഓഫ് ഡിക്ലൈൻ ആണ്. അതായത് നമ്മൾ ബിസിനസ് സൈക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവം അല്ല. ആക്ച്വലി ഒരു ബിസിനസ് സൈക്കിളിന് 4 ഫേസുകളാണ് ഉണ്ടാവാറുള്ളത്. എന്തൊക്കെയാ? പ്രോസ്പെറിറ്റി, ഭയങ്കര പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് ദർ വിൽ ബി എ ഡിക്ലൈൻ. ഒബ്വിയസ്ലി ഏതൊരു ബിസിനസ്സിലും ഒരു ഡിക്ലൈൻ ഉണ്ടാവാറുണ്ട്, ചില ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്ത്. ദെൻ അതിനുശേഷം ഒരു ഡിപ്രഷൻ പീരീഡ് ഉണ്ട്, വാട്ട് ടു ഡു ദ നെക്സ്റ്റ്, അല്ലെ? ഒരു ഡിപ്രഷൻ പീരീഡ് ഉണ്ടാവാറുണ്ട്. ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് എ റിക്കവറി, അതിനുശേഷം റിക്കവറിയിൽ വരും. സോ 4 ഫേസസ് ചേർന്നിട്ടുള്ളതാണ് ബിസിനസ് സൈക്കിൾസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ സൈക്ലിക്കൽ കമ്പോണൻസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള വേർഡാണ് റിസഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി എങ്ങാനും ബിസിനസ് സൈക്കിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചോളൂ, പ്രോസ്പെറിറ്റി, ഡിക്ലൈൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിങ്ക് റിലേറ്റീവ് ഇൻ എ ടൈം സീരീസ് റിമൂവ്സ് ദ ഇൻഫ്ലുവൻസ് ഓഫ്. ലിങ്ക് റിലേറ്റീവ് എന്തിന്റെ ഇൻഫ്ലുവൻസ് ആണ് റിമൂവ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ട്രെൻഡ് ആണ് ലിങ്ക് റിലേറ്റീവ്സ് റിമൂവ് ചെയ്യുന്നത്. എന്താണ് ഈ ലിങ്ക് റിലേറ്റീവ്സ് എന്ന് പറയുന്നത്? നമ്മുടെ കയ്യിലുള്ള എൻറ്റയർ റോ ഡേറ്റയെ പെർസെൻറ്റേജ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം ഓരോ വാല്യൂവിനെയും പ്രീവിയസ് വാല്യൂവുമായി റിലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് ലിങ്ക് റിലേറ്റീവ് എന്ന് പറയുന്നത്. റോ ഡേറ്റാസിനെ പെർസെൻറ്റേജസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം പ്രീവിയസ് വാല്യൂസുമായിട്ട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇത് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഐഡന്റിഫൈയിങ് ആൻഡ് അനലൈസിങ് സീസണൽ വേരിയേഷൻസ് ബൈ റിമൂവിങ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ട്രെൻഡ്. സീസണൽ വേരിയേഷൻസിനെ ഐഡന്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് ശേഷം റിമൂവിങ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ട്രെൻഡ്, ട്രെൻഡിന്റെ ഇൻഫ്ലുവൻസ് റിമൂവ് ചെയ്യും. അതിനാണ് ലിങ്ക് റിലേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചോളാം. helps in identifying and analyzing seasonal variations by removing the influence of trend. ഇനി ചിലപ്പോൾ ചോദിക്കാറുണ്ട് ലിങ്ക് റിലേറ്റീവ് എന്താണ് ഷോ ചെയ്യുന്നത്? ലിങ്ക് റിലേറ്റീവ് ഷോസ് ദ റിലേറ്റീവ് ചേഞ്ച് ഫ്രം വൺ പീരീഡ് ടു ദ നെക്സ്റ്റ് പീരീഡ്. ഒരു പീരീഡും തൊട്ടടുത്ത പീരീഡും തമ്മിലുള്ള ഒരു റിലേറ്റീവ് ചേഞ്ച് ആണ് ലിങ്ക് റിലേറ്റീവ് നമുക്ക് ഫോക്കസ് ചെയ്ത് തരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. Next question. If x and y are two independent random variables, then which of the following is true? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും തെറ്റിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനും ആണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ ഇടയിൽ എടുത്തത്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ സ്റ്റഡി ചെയ്ത സമയത്ത് പറഞ്ഞു എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി കോറിലേഷൻ 0 ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ സി എന്തായാലും ശരിയാണ്. പക്ഷെ അങ്ങനെ വിടാൻ പറ്റില്ല, ബിക്കോസ് ഓൾ ദ എബോവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണോ? ആണ്. അതാണ് നമ്മൾ എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടീസിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറഞ്ഞിട്ട് പഠിച്ചത്. If x and y be any two random variables, then expectation of xy is equal to expectation of x into expectation of y. അപ്പൊ അതും കറക്റ്റ് ആണ്. അപ്പൊ പിന്നെ വേണമെങ്കിൽ ഓൾ ദ എബോവ് നമുക്ക് കുത്താം, എന്നാലും സെക്കൻഡ് ഓപ്ഷനും കൂടെ ഒന്ന് നോക്കാം. കൊവേരിയൻസിന്റെ സംഭവം എന്താണ്? കൊവേരിയൻസ് 0 ആണ്. ഒബ്വിയസ്ലി കൊവേരിയൻസ് 0 ആണ്. എന്തുകൊണ്ടാ? കൊവേരിയൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് covariance of xy is equal to expectation of xy minus expectation of x into expectation of y ആണ്. x ഉം y ഉം ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ these two terms are equal, so equal to 0.
അപ്പൊ അതുകൊണ്ട് 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്. സോ ഓൾ ദ എബോവ് ആണ് ആൻസർ. Okay. Next question. If Tn is a distributed, if Tn is a T-distributed random variable ആണ്. Okay. With n degrees of freedom. Tn എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസ് T distribution ആണ് with n degrees of freedom. Then T square n എന്താണ് ഫോളോ ചെയ്യുന്നത്? ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്പുകൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിലുണ്ട്. ഇപ്പോ എഫ് ഉണ്ടെങ്കിൽ 1/f ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് നോർമൽ എക്സ് സ്റ്റാൻഡേർഡ് നോർമൽ ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്താണ്? എക്സും വൈയും സ്റ്റാൻഡേർഡ് നോർമൽ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്താണ്? അങ്ങനെ കുറെ എന്താ പറയാ റിലേഷൻഷിപ്പുകൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് ഒന്ന് സമയം പോലെ ചെയ്ത് പഠിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പോ ടി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ ടി സ്ക്വയറിന്റെ എന്താ ഡിസ്ട്രിബ്യൂഷൻ എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടിയുടെ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഫോം എങ്ങനെയാണ്? എക്സ് ബൈ റൂട്ട് വൈ ബൈ എൻ. ഈ എക്സ് സ്റ്റാൻഡേർഡ് നോർമൽ ആണ്, വൈ കൈ സ്ക്വയർ വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇനി ഇതിനെ സ്ക്വയർ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? എക്സ് സ്ക്വയർ ബൈ വൈ ബൈ എൻ. അപ്പൊ എക്സ് സ്ക്വയർ എന്താ? കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതെന്താ? കൈ സ്ക്വയർ വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ രണ്ട് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനുകളുടെ അല്ലെങ്കിൽ രണ്ട് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കുകളുടെ റേഷ്യോ ആണ്. അതെന്താ? രണ്ട് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കുകളുടെ റേഷ്യോ എഫ് ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയാ വരാ? ന്യൂമറേറ്ററിന്റെ കോമ ഡിനോമിനേറ്ററിന്റെ. സോ എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓപ്ഷൻ സി ആണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ ഇങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ട്. ഇപ്പൊ എഫ് ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് mn ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ 1/f എന്താണ്? എക്സ് ഫോളോ ചെയ്യുന്നത് അത് തിരിച്ചു വരും, എഫ് എൻ എം എന്ന് വരും. അതേപോലെ എക്സ് എഫ് ആണെങ്കിൽ എക്സ് ബൈ എക്സ് പ്ലസ് വൈ. അങ്ങനെ കുറെ റിലേഷൻഷിപ്പ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കി പഠിച്ചു വെച്ചോളാം. ഓക്കെ. ഇനി ഒരു 2 ക്വസ്റ്റ്യൻ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. ഇൻ ഇന്ത്യ the value added by agriculture is estimated using which method? നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളെ പറ്റി പറഞ്ഞിരുന്നു നമ്മുടെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വീഡിയോയിൽ. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The value added by agriculture is estimated. എന്ത് മെത്തേഡ് വെച്ചിട്ടാണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണോ, ഇൻകം മെത്തേഡ് ആണോ, ഔട്ട്പുട്ട് മെത്തേഡ് ആണോ, മിക്സഡ് മെത്തേഡ് ആണോ? ആക്ച്വലി ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഔട്ട്പുട്ട് മെത്തേഡ്. ബിക്കോസ് ഈ ഔട്ട്പുട്ട് മെത്തേഡിന്റെ വേറൊരു പേര് എന്താണോ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്? പ്രൊഡക്ഷൻ മെത്തേഡ്. ഈ പ്രൊഡക്ഷൻ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? കാൽക്കുലേറ്റ്സ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ സ്പെസിഫിക് സെക്ടർ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് സെക്ടറിൽ, ഇപ്പൊ ഇവിടെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടർ ആണല്ലോ. സോ ഒരു സ്പെസിഫിക് സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും വാല്യൂ ആണ് പ്രൊഡക്ഷൻ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻവോൾവ്സ് ഡിറ്റർമിനിങ് ദ ടോട്ടൽ വാല്യൂ ഓഫ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്. അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിന്റെ ടോട്ടൽ വാല്യൂ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് അഡ്ജസ്റ്റിംഗ് ഇറ്റ് ഫോർ ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ. സോ അങ്ങനെ നോക്കുമ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന സ്പെസിഫൈഡ് സെക്ടറിന്റെ വാല്യൂ വരുന്നത് കണ്ടുപിടിക്കുന്നത് പ്രൊഡക്ഷൻ മെത്തേഡിലാണ്. സോ ഔട്ട്പുട്ട് മെത്തേഡാണ് ആൻസർ. അപ്പൊ ഒന്നുമില്ല, ഓരോ മെത്തേഡ്സിന്റെയും ഡ്യൂട്ടീസ് എന്താണെന്ന് നോക്കി വെക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്ന് നോക്കി വെക്കാം, ഒന്നും കൂടെ ഒന്ന് നോക്കി വെക്കാം. Then the last question is, the sample registration system provides reliable estimates of. സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ റിലയബിൾ എസ്റ്റിമേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി കണ്ടക്ട് ചെയ്യുന്നത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഈ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നമ്മളിപ്പം ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് പറഞ്ഞ എല്ലാ ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? അപ്പൊ ആ രജിസ്ട്രാർ ജനറലിന്റെ പുതിയൊരു ഡ്യൂട്ടിയും കൂടെ കിട്ടി, സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം.
ഇത് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെയാണ് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ എന്തായാലും ക്രോപ്പ് പ്രൊഡക്ഷൻ വരില്ലല്ലോ. കൂടുതലും മോർട്ടാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ക്രോപ്പ് പ്രൊഡക്ഷൻ വരില്ല, ട്രേഡ് ഡെഫിസിറ്റ് വരില്ല, അർബൻ എംപ്ലോയ്മെന്റ്, എവിടുത്തെ ആയാലും എംപ്ലോയ്മെന്റ് വരില്ല. സോ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ആണ് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത് മേ ബി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കാം. കാര്യം എക്സാമിന് ഈ ഒരു സമയമില്ലല്ലോ, കഴിഞ്ഞില്ലേ. സോ എനിവേ, നന്നായിട്ട് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക ഉള്ള സമയത്ത്. ആൻഡ് നമ്മുടെ വീഡിയോസ് കണ്ട് പഠിച്ച എല്ലാവർക്കും, നമ്മുടെ വീഡിയോ കണ്ട് പഠിക്കാത്തവരാണെങ്കിലും എനിവേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഇനി ഏതെങ്കിലും ഒക്കെ എക്സാംസിന് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു അസിസ്റ്റൻസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ, ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വരിക, പറയുക. അല്ലെങ്കിൽ ഏതോ ഒരു വീഡിയോയിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിലൊരു മെസ്സേജ് ചെയ്യുക, നമുക്ക് അതിന്റെ റിലേറ്റഡ് വീഡിയോസ് ചെയ്യാം. മീൻസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഓക്കെ, മീൻസ് വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. ഇപ്പൊ ഇനി അടുത്ത എന്തെങ്കിലും ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യാലോ. സോ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാ, യൂസ് ആയിട്ടുണ്ടെങ്കിൽ അത് പറയാ, നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻ പറയാ. ഇനി എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാ, നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.